ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാതിരേകത്താൽ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ വിശുദ്ധ റമളാനുമായി കണ്ടുമുട്ടുകയാണ്. റമളാനിലേക്ക് ആയുസ് നീട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, നിനക്കാണ് ലോകം അഖിലമുള്ള സ്തുതികളത്രയും. അൽഹംദുലില്ലാഹ്. പ്രതീക്ഷകൾ പൂത്തുലയുന്ന മനസ്സുമായാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിശുദ്ധ റമളാനെ വരവേൽക്കുന്നത്. പരിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ രാപകലുകളെ പുൽകാൻ ഹൃദയം വെമ്പൽ കൊണ്ട ദിനങ്ങളാണ് പിന്നിട്ടത്. റമളാൻ മാസത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നതിനായി മനസ്സും ശരീരവും നമ്മൾ ഒരുക്കുകയായിരുന്നു. റജബിൻ്റെയും ഷഅബാൻ്റെയും ദിനരാത്രങ്ങളിൽ റമളാനിലേക്ക് ആയുസ് നീട്ടിത്തരാൻ പ്രപഞ്ചനാഥനോട് കേണപേക്ഷിക്കുന്ന പ്രാർത്ഥനകളാൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ തേങ്ങുകയായിരുന്നു. പാർപ്പിടങ്ങൾ വൃത്തിയാക്കിയും പരിസരം ശുചിയാക്കിയും പള്ളികൾക്ക് ചന്തം കൂട്ടിയും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മൾ കാത്തിരുന്ന പുണ്യമാസം ഇതാ സമാഗതമായി. ദൈവികാനുഗ്രഹങ്ങളുടെ വിളിയാളവുമായി റമളാൻ ഒന്നിൻ്റെ അമ്പിളിക്കീറ് വാനിൽ പുഞ്ചിരി പൊഴിച്ചപ്പോൾ വിശ്വാസികളുടെ ഉള്ളകങ്ങൾ ആമോദം കൊണ്ടു. വിണ്ണും മണ്ണും നാഥൻ്റെ സ്മരണകളാൽ നിറഞ്ഞു. നന്മകൾ പെയ്തിറങ്ങുന്ന പകലുകളിലേക്കും പുണ്യങ്ങൾ പൂത്തിറങ്ങുന്ന രാവുകളിലേക്കും വരും ദിനങ്ങളിൽ വിശ്വാസികൾ ആവേശപൂർവ്വം അവരുടെ പ്രയാണം തുടരും. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും പൈശാചിക ശക്തികൾ ചങ്ങലക്കിടപ്പെടുകയും ചെയ്യുന്ന നാളുകളാണ് ഇനി. നന്മകൾ സമൃദ്ധമാവുകയും തിന്മകൾ ആട്ടിയകറ്റപ്പെടുകയും ചെയ്യുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്നർത്ഥം. ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ കനിവും കാരുണ്യവും കുളിർമഴയായി പെയ്തിറങ്ങുന്ന രാപകലുകൾ, വ്രതാനുഷ്ഠാനം കൊണ്ടും ആരാധനകൾ കൊണ്ടും സ്വർഗീയാനുഭൂതി തേടുന്ന വിശ്വാസികൾ, പ്രാർത്ഥനകൾ കൊണ്ടും പശ്ചാത്താപം കൊണ്ടും പാപക്കറകൾ കഴുകിക്കളയുന്ന ദൈവദാസന്മാർ, അഗതികൾക്ക് അന്നമേകിയും അർഹർക്ക് സമ്പത്തിൻ്റെ അവകാശം നൽകിയും സാമൂഹിക ഉത്തരവാദിത്വം വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗമാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന മുസ്ലിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി പകലിൽ അന്നപാനാദികളും ഭോഗാനുഭൂതികളും ഉപേക്ഷിച്ചും രാവും പകലും പ്രാർത്ഥനകളിലും ആരാധനകളിലും ഖുർആൻ പാരായണത്തിലും സൽകൃത്യങ്ങളിലും മുഴുകിയും സ്വാത്വിക ചിന്തയോടെയും സമർപ്പിത മനസ്സോടെയും മനസ്സിനെയും ശരീരത്തെയും സ്രഷ്ടാവിൻ്റെ മാത്രം ഇച്ഛയ്ക്ക് കീഴ്പ്പെടുത്തലാണ് നോമ്പിലൂടെ ഒരു വിശ്വാസി നേടുന്നത്. മാനവചരിത്രത്തിൽ ഇന്നോളം അന്യാദൃശമായ ഒരു ആരാധനാ സംസ്കൃതിയാണ് നോമ്പ്. എന്തുകൊണ്ട് നോമ്പ്? അള്ളാഹു അരുളുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ അധ്യായം 2 അൽ ബഖറ സൂക്തം 183. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജീവിത സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയത്രേ അത്. അപ്പോൾ വിശ്വാസികളെ ജീവിത സൂക്ഷ്മത പാലിക്കുന്നവരാക്കുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അതിനുള്ള പ്രായോഗിക പരിശീലനങ്ങളിലൂടെയാണ് നോമ്പ് കാലത്ത് വിശ്വാസികൾ കടന്നു പോകുന്നത്. എപ്പോഴാണ് നോമ്പ്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഖുർആൻ അധ്യായം 2 സൂക്തം 185. ജനങ്ങൾക്ക് മാർഗദർശനമായും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളുമായും ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ. ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരാണെങ്കിൽ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന ഏറ്റെടുത്തുകൊണ്ടാണ് റമളാനിൽ വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നത്. ആയത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് ആരാണ് നോമ്പെടുക്കേണ്ടത് എന്നും അള്ളാഹു വ്യക്തമാക്കുന്നു.
ഒമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദതി വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആയാൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എളുപ്പമാണ്, ഞെരുക്കമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാനും അവനോട് നന്ദിയുള്ളവരായിരിക്കാനും വേണ്ടിയത്രേ ഈ കൽപ്പന. നോക്കൂ, എത്ര മനോഹരമായും വ്യക്തമായുമാണ് നോമ്പിൻ്റെ ഉദ്ദേശ്യം അള്ളാഹു വിശദീകരിക്കുന്നത്. ഏതെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഉണർത്തുന്നത്? റമദാനിൽ ജീവിച്ചിരിക്കുന്നവർ നോമ്പെടുക്കണം, എണ്ണം പൂർത്തിയാക്കണം. പക്ഷേ ഞെരുക്കമല്ല, എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. രോഗിക്കും യാത്രക്കാരനും നോമ്പിന് ഇളവുണ്ട്. ആ ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കി പകരം പിന്നീട് നോമ്പെടുത്താൽ മതി. നമുക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തണം. അവനോട് നന്ദി കാണിക്കാനുള്ള അവസരം കൂടിയാണ് നോമ്പ്. ഇതെല്ലാമാണ് നോമ്പിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ ഭൂമിയെ മനുഷ്യ ജീവിതത്തിന് ഉപയുക്തമായ രീതിയിൽ സംവിധാനിച്ചതും അള്ളാഹുവാണ്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അവൻ വാരിക്കോരി ചൊരിഞ്ഞു തന്നതും മനുഷ്യനു വേണ്ടി. മനുഷ്യൻ ഭൂമിയിൽ തിരഞ്ഞെടുക്കേണ്ട ശരിയായ ജീവിതപാത ഏതെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തന്നതും അള്ളാഹുവാണ്. ആ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച മാസമാണ് റമളാൻ. ആ റമളാനിൽ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. റമളാൻ നോമ്പിലൂടെ ജീവിത വിശുദ്ധി കൈവരിച്ച് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് വിശ്വാസിയുടെ കടമ. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ രീതിയിൽ നോമ്പ് നോറ്റും റമളാൻ മാസത്തിൻ്റെ പവിത്രത പരമാവധി പാലിച്ചും പുണ്യങ്ങൾ കൊയ്തെടുത്തും നമുക്ക് മുന്നേറാം. നന്മകളെ പുണർന്നും തിന്മകളെ ചിറകെട്ടി തടഞ്ഞും ദൈവപ്രീതി നേടാം. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.